ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളിന്ന് ചെയ്യുന്ന ഓരോ പണികളാണ് കേട്ടോ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതാക്കണത് ഞങ്ങളിന്ന് രാവിലെ ചായക്ക് കടി ഉണ്ടാക്കിക്കുന്നത് ദോശയാണ് കേട്ടോ. ദോശയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അക്കുന് മുട്ടക്കറി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്നലത്തെ കോഴിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാനും അക്കും ചായ കുടിക്കുന്നത്. അപ്പോൾ ഇതാക്കണത് അക്കുന് കൊടുത്തിട്ടുണ്ട്. അക്കുന് മദ്രസ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ TV ഇട്ട് കണ്ട് ചായ കുടിക്കുകയാണ്. ഇനിയിപ്പോ സ്കൂൾ മദ്രസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് സമയവും ഈ ടിവിന്റെ മുന്നിൽ തന്നെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ രണ്ടാളും തല്ല് കൂടുക തന്നെ കേട്ടോ പരിപാടി. അപ്പൊ ആക്കണ പോലെ അങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കോഴിക്കറിന്റെ ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കഴുകി വെക്കാന്ന് വിചാരിച്ചിട്ട് കോഴിക്കറിയാണ് ഞങ്ങൾ എടുത്തിക്കണത്. മുട്ടക്കറി ഇവിടെ ഉണ്ട്. പക്ഷെ കോഴിക്കറി എന്നാൽ പിന്നെ അത് കഴിഞ്ഞോളും വിചാരിച്ചുകൊണ്ട് അതാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ദോശയും കോഴിക്കറിയൊക്കെ കഴിച്ചു. ഇതാക്കണ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ. പിന്നെ ഇന്ന് ഞങ്ങള് വീട്ടിലേക്ക് വിരുന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് പോവാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലത്തെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതാക്കണത് അലക്കാനുള്ളത് ഉമ്മ വാഷിംഗ് മെഷീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തിരുമ്പലും കൂടിയും കഴിഞ്ഞാൽ പിന്നെ വേഗം പണി ഒരുങ്ങുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് ഞാൻ ഇതാക്കണത് ഇത് മുട്ടന്റെ തോടാണ് കേട്ടോ. ഇത് നമ്മളെ കറ്റാർ വായക്കും ചെടികൾക്കൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മൾ കറ്റാർ വായക്ക് ഇടുന്നതിന്റെ മുന്നേ തന്നെ ഇതേപോലെ കത്രികൾക്കൊക്കെ മൂർച്ചം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കത്രികയും അതുപോലെ നമ്മൾ മിക്സിന്റെ ജാറിന്റെ ഇതൊക്കെ മൂർച്ചം കൂടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടുകൊണ്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇതാക്കണത് അത് ഒന്ന് മിക്സിന്റെ ചെറിയ ജാറിലിട്ടാണ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ മുട്ടന്റെ തോട് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ കറ്റാർ വായക്ക് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് ഇടുന്ന വളം. ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പൊ എന്റെ കറ്റാർ വായ കാണുമ്പോൾ കുറെ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ കറ്റാർ വായക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് നോക്കാറില്ല. പിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് പിരിച്ചു കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കുറെ ചട്ടികളിൽ ഉണ്ടായതുകൊണ്ട് മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വേനൽക്കാലല്ലേ, ഞാൻ ഇപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് എന്റെ വാടി നിൽക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ഇനി ശ്രദ്ധിക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ മുട്ടന്റെ ഇതൊക്കെ ചേർത്തുകാണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതേമാതിരി ചെടികൾക്കും ഞാൻ ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ചെടിയും കറ്റാർവായൊക്കെ ഇപ്പൊ ഞാൻ ഒന്ന് പിരിച്ചു കുഴിച്ചിട്ടൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തുകാണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു വാടി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്റെ കറ്റാർവായ അത്യാവശ്യം നല്ല വണ്ണത്തിൽ വരലുണ്ട്. അപ്പൊ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ കറ്റാർവായ കുഴിച്ചിടുന്നപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വേറെ ഒരു സാധനം നമ്മൾ അതിന് ഇട്ട് കൊടുക്കണ്ട. മെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട ഇതുപോലെ നമ്മളെ മുട്ടന്റെ തോടിന്റെ ഇത് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെടികൾക്കും പറ്റും കേട്ടോ. ഞാൻ ചെടികൾക്കും തന്നെയാണ് സ്ഥിരമായിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ ചകിരിച്ചോറിലാണ് ചെടികളും കറ്റാർവായൊക്കെ കുഴിച്ചിടുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുക്കട്ടെ നമ്മളെ ചെടികൾ. അപ്പം നല്ല ഇതിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളെ ശംഖുപുഷ്പത്തിന്റെ ഇതാണ് കേട്ടോ. അത് ഉണങ്ങി പോയിട്ടുണ്ട്. എന്നാലും അതും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടേ. അപ്പൊ ഇനി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. അങ്ങനെ ഞാൻ ചെടികളൊക്കെ നോക്കി മിറ്റൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും ഉമ്മ ഇവിടെ നല്ല പണിയിലാണ് കേട്ടോ. ഇതെന്തിനാ അമ്മ? മാങ്ങാത്തോല് ഉണ്ടാക്കാനാ ഇട്ടുകാണ്ട് നമ്മള് ചാടിച്ചിട്ടുള്ള മാങ്ങണില്ലേ, പറിച്ചിട്ടുള്ള മാങ്ങയാണ്. പക്ഷെ ഭയങ്കര പുളിയാണ് അല്ലേ. പുളിയുണ്ട് മധുരമുണ്ട്. അപ്പൊ മാങ്ങാത്തോലാക്കി വെക്കാൻ വെച്ചിട്ടാണ് കറിയിലും അച്ചാറൊക്കെ ഇടാനും പറ്റും. പിന്നെ വേഗം ഉണങ്ങാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അല്ലേ. ഉപ്പുരുമ്പാൻ മതി ആൾക്കാർ കണ്ടത്. ഉപ്പുരുമ്പ് തിന്നൂടെ, ഉപ്പുരുമ്പണ മരുന്ന് കണ്ടിട്ട് ഉപ്പില്ല. അങ്ങനെ മാങ്ങയൊക്കെ റെഡിയാക്കി പിന്നെ ഇതാക്കണ നമ്മൾ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് കഞ്ഞി കിട്ടിട്ടുണ്ട്. ഇതാക്കണ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അരി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചു നേരം കൂടി ഇങ്ങനെ കിടക്കട്ടെ. പകുതി വേവായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാക്കണ മിറ്റത്ത് ഇനി ഒരു സംഭവം ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. എന്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുന്നതാണ്. നമുക്ക് മിറ്റത്ത് ഇതാക്കണ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ അല്ല, നമുക്ക് എന്നും കിട്ടുന്ന സാധനമാണ്. സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ കറുത്ത പപ്പായ ഉണ്ടായിട്ടുണ്ട്, പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ വേനൽക്കാലത്ത് നമ്മൾ പപ്പായ കഴിക്കണത് വളരെ നല്ലതല്ലേ. ഞങ്ങളവിടെ കറുത്താന്ന് കേട്ടോ പറയാല്. അപ്പൊ ഇതാക്കണത് പൊഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും പറിക്കണം. ഇത് പറിച്ചിട്ട് കുട്ടികൾക്ക് ജ്യൂസ് അടിച്ച് കൊടുത്താൽ അവരത് കഴിക്കൂട്ടോ. ഞങ്ങളിങ്ങനെ മുറിച്ചുകാണ്ട് അങ്ങനെ കഴിക്കും ചെയ്യുവേ. അപ്പൊ ഞാനിത് പറിക്കട്ടെ.
അപ്പൊ ദാ ഇനി ഒന്നും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ തോട്ടി വെച്ചിട്ട് പറിച്ചെടുക്കാണ്. അപ്പൊ ദാ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുള്ള കിളിമീനാണ് കേട്ടോ. അപ്പൊ കിളിമീൻ പൊരിക്കാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ദാ ഇതാണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കറുത്ത നല്ലോണം പഴുത്തിട്ടുണ്ട്, നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇനി കട്ട് ചെയ്ത് കണ്ട് ജ്യൂസ് അടിക്കട്ടെ. എന്തൊരു ഫ്രൂട്ട് ആണെങ്കിലും നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കുടിച്ചുട്ടോ. കഷ്ണം വെട്ടി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്നല്ല. അപ്പൊ അതാക്കണം ഞാൻ വേഗം ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കളിക്കണേന്റെ ഇടയിലാണെങ്കിൽ അതാണ് കഴിച്ചോളും. ഇപ്പൊ കണ്ടില്ല ഞങ്ങള് ഹാളില് ലിവിങ്ങില് സോഫയിലാണ് കളിക്കുന്നത്. എല്ലാ കളിക്കോപ്പ് എടുത്തുകൊണ്ട് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കണം ഇവിടെ നല്ല കളിയാണ്. അപ്പൊ ആ സമയത്താണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടാളും കുടിക്കുന്നുണ്ട്. അപ്പൊ അത് ആ മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. പിന്നെ 11 മണിയൊക്കെ ആയപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കി തരുമോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാക്കണം അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കി കുടിച്ചു. ഇപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുള്ള സമയം, അതുകൊണ്ട് ചോറ് കഴിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഇതാക്കുന്നത് 2-3 നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഞങ്ങൾ വിരുന്ന് പോവാണ് കേട്ടോ, വീട്ടിലേക്ക് പോവാണ്. സ്കൂളൊക്കെ അടച്ചതല്ലേ, അപ്പോൾ നമ്മളിന്ന് പോവാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കാണ്ട്. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ മാങ്ങ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നമ്മളെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന മാങ്ങയാണ്. ഇപ്പം അങ്ങനെ എവിടെയും കാണാറില്ല കേട്ടോ. നാടൻ മാങ്ങയാണ്, നല്ല ചെറിയ മാങ്ങയായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ, നല്ല സ്മെല്ലുമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.